നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊന്നിച്ച് തിരുവചനം പഠിക്കുവാൻ വീണ്ടും കർത്താവ് ഒരവസരം കൂടി തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സി ഗ്രൂപ്പിലെ രണ്ടാമത്തെ സെഷനാണല്ലോ ഞാൻ എടുക്കുന്നത്. ഇന്നലെ നടന്ന സെഷനിൽ 1 തിമോത്തിയോസിനെ ആധാരമാക്കി ദൈവം ഓരോ സ്ഥലം സഭകളെക്കുറിച്ച് എന്തായി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ നാം ശ്രദ്ധിച്ചത് സ്ഥലം സഭകൾ ക്രമമുള്ളടമായിരിക്കണം എന്നുള്ളത് നാം ശ്രദ്ധിച്ചു. തന്നെയുമല്ല, അത് വചനാടിസ്ഥാനമായിരിക്കണം, അല്ലെങ്കിൽ അതിന് വചനമടിസ്ഥാനമായിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം നാം ഓർത്തു. അതുമാത്രമല്ല, അത് രൂപാന്തരം നടക്കേണ്ടതുമാണെന്നുള്ളതും നാം ഓർക്കുകയുണ്ടായി. ഇതിനൊക്കെ ആധാരമായിട്ടുള്ള വചനം നാം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നാണ് കാണുവാനായിട്ട് സാധിച്ചത്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം നാം നോക്കിയാൽ അനവധി കാര്യങ്ങൾ, സഭ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെയും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം സഭകളിൽ വ്യത്യസ്തരായിരിക്കണമെങ്കിൽ ദൈവം നമ്മെ അവിടെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷയിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സഭയിൽ നാം എങ്ങനെ വർത്തിക്കണം എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന മറ്റൊരു വേദഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ ഒന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ഈ സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം, 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻ കൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാംവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവർണ്ണമിളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. നാം പത്രോസിൻ്റെ 1-ാം ലേഖനം വായിക്കുമ്പോൾ പല വിഷയങ്ങൾ പത്രോസ് കൈകാര്യം ചെയ്തതായി നാം കാണുന്നുണ്ട്. പ്രാരംഭ ഭാഗങ്ങളിൽ രക്ഷയെക്കുറിച്ച് താൻ പറയുന്നു. അതിനുശേഷം നാം പല രംഗങ്ങളിൽ വിധേയപ്പെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് താൻ പറയുന്നത് നാം കാണുന്നു. കഷ്ടതയെക്കുറിച്ച് അനവധി നാം ഈ ലേഖനത്തിൽ കാണുന്നു. അത് തന്നെയുമല്ല, നമ്മുടെ ആത്മീക ശുശ്രൂഷകളെക്കുറിച്ചും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാൽവേഷൻ, സബ്മിഷൻ, സഫറിങ് ആൻഡ് സർവീസ്, ഇവയാണ് ഈ ലേഖനത്തിലെ വിഷയങ്ങളായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നാം വായിച്ച ഈ വേദഭാഗത്ത് സർവീസ് മാത്രമല്ല, അതിൻ്റെ സബ്മിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ വിധേയത്വം, നാം ആയിരിക്കേണ്ട ഇടങ്ങളിൽ എങ്ങനെ താണിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇടയന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം, അവരുടെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള കാര്യം കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ ഇളയവരോടുള്ള നിർദ്ദേശം നാം കാണുന്നു. മൂപ്പന്മാരും ഇളയവരും. ഇളയവരെന്നുള്ളതിന് ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ ആൻഡ് ഈ യങ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, നാം യങ്സ്റ്റേഴ്സ്, ഇളയവർ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ സാധാരണ
പ്രായത്തിൽ ഇളയവർക്കാണ് നാം ഉപയോഗിക്കാറുള്ളത്. ഈ ഭാഗത്ത് ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ 5 മുതലുള്ള ഭാഗങ്ങൾ സഭയിലെ യുവജനങ്ങളോട് പറയുന്ന വാക്കുകളായി എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. എന്നാൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മൂപ്പന്മാർക്കുള്ള നിർദ്ദേശവും അതേ തുടർന്ന് ഈ ഇളയവരോടുള്ള നിർദ്ദേശങ്ങൾ 5-ാം വാക്യം മുതൽ വരുന്നത് കൊണ്ടും ആ ഇളയവരെ പ്രയോഗം മൂപ്പന്മാരൊഴികെയുള്ള വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്കെടുക്കാവുന്നതുമാണ്. ആ നിലയിലാണ് നാം ഈ ക്ലാസ്സിൽ ആ ഭാഗം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം പറയുമ്പോൾ ഈ നാം വായിച്ച 7 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സഭാ നേതൃത്വം എങ്ങനെയായിരിക്കണം, മാത്രമല്ല സഭയിലെ ശേഷം വിശ്വാസികൾ എങ്ങനെയായിരിക്കണം. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ തീം നാം വ്യത്യസ്തരായിരിക്കുവാൻ ധൈര്യം കാണിക്കണമെന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തരായി നമ്മുടെ സ്ഥലം സഭകളിൽ നാം ഇരിക്കണമെങ്കിൽ നമ്മെ കേൾക്കുന്നവരിൽ മൂപ്പന്മാരുണ്ടായിരിക്കാം, പല ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. അവരെങ്ങനെയായിരിക്കണമെന്ന് അവരറിയണം. മാത്രമല്ല വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്ന് അവരറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യത്യസ്തരായി, അല്ലെങ്കിൽ ഇതുവരെയുള്ള നാളുകളിൽ എങ്ങനെയായിരുന്നോ അതിൽ നിന്നൊരു വ്യത്യാസമുള്ളവരായി നമ്മുടെ കൂട്ടങ്ങളിലായിരിക്കുവാനായിട്ട് ഇടവരികയുള്ളൂ. ആ നിലയിലാണ് ഈ ഭാഗങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം ഇനി ആരംഭ ഭാഗം നോക്കുമ്പോൾ ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ എന്നുള്ള പ്രയോഗം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ. അതിനുശേഷം നാം താഴേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. നിങ്ങളിലുള്ള മൂപ്പന്മാർ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. നാം ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ കുറെ കൂടി മനോഹരമാണ്. അവിടെ നാം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ 2 കൂട്ടവും ഇന്റർട്വൈൻഡ് ആയിട്ട്, ഒരു യൂണിറ്റി ആയിട്ട്, ഒരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എൽഡേഴ്സ് എമംഗ് ദ ബിലീവേഴ്സ് ആൻഡ് ബിലീവേഴ്സ് വിത്ത് ദി എൽഡേഴ്സ്. ഒരു വിഭജനമില്ല. പല കൂട്ടങ്ങളിൽ കാണുന്ന 2 തലങ്ങളിലായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരു യൂണിറ്റ് ആണ്, ഒരു എൻറ്റിറ്റി ആണ്, ഒരു കൂട്ടത്തിന്റെ 2 ഭാഗങ്ങളാണ്. ഒരു സ്ഥലം സഭയുടെ ചിത്രമാണ് നമുക്കതിൽ കാണാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ആ ചിത്രം കാണുവാനായിട്ട് സാധിക്കും. ആ വാക്യത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് ആവശ്യമില്ല. നാം ഈ മൂപ്പന്മാരോടുള്ള നിർദ്ദേശങ്ങൾ നോക്കുന്നതും അതുപോലെ ഇളയവരോട് പറയുന്ന നിർദ്ദേശങ്ങൾ നോക്കുന്നതിന് മുൻപ് ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മലയാളത്തിൽ നാം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ കാണുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും തുടങ്ങിയുള്ള കാര്യം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ വായിച്ചാലും ഇത് ആരംഭിക്കുന്നത് മറ്റൊരു വാക്കോടുകൂടിയാണ്. അതുകൊണ്ട് എന്ന് തർജ്ജമ ചെയ്യാവുന്ന ഒരു വാക്കോടുകൂടിയാണ്. അതുകൊണ്ട്, therefore. ആ വാക്കോടെയാണ് ഈ അധ്യായം ആരംഭിക്കേണ്ടത്. ആ അതുകൊണ്ട് പ്രയോഗം തുടർന്ന് പറയുവാൻ പോകുന്ന കാര്യങ്ങളെ അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധിപ്പിക്കുന്നതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ നാം അതൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് എന്നുള്ള പ്രയോഗങ്ങൾ കാണുമ്പോൾ നാം ചിന്തിക്കും, അല്ലെങ്കിൽ നാം ഈ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട്? എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ നോക്കും. അപ്പോഴാണ് ഈ തുടർന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1-ാം വാക്യം തൊട്ട് മൂപ്പന്മാർക്കും ഇളയവർക്കും, അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ചതുപോലെ മൂപ്പന്മാർക്കും വിശ്വാസികൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ ഭാഗം ആരംഭിക്കുന്നത് അതുകൊണ്ട് പ്രയോഗത്തോടെയാണ്. Therefore. ഏതുകൊണ്ട്? 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ അത് കൊണ്ടുവരും. എന്താണ് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്? പ്രത്യേകിച്ച് 17-ാം വാക്യം തൊട്ട് നോക്കുക. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അതുകൊണ്ട് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താകും? അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. എന്നിട്ടാണ് നാം കാണുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരോടുള്ള നിർദ്ദേശം. അപ്പോൾ 17-ാം വാക്യം നാം ശ്രദ്ധിക്കണം. ന്യായവിധി ആരംഭിക്കുവാൻ സമയമായി എന്ന് വെച്ചാൽ തല്ല് കിട്ടാൻ സമയമായി. മൂപ്പന്മാരെ, ഇളയവരെ,
ആ കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 4-ാം അധ്യായത്തിൽ നിന്നും 5-ാം അധ്യായത്തിലേക്ക് എങ്ങനെ പത്രോസ് വന്നു എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുക. ദൈവം ന്യായവിധി തന്റെ ഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. പത്രോസ് എഴുതുമ്പോൾ മിക്കവാറും യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം തന്റെ മനസ്സിലുണ്ടായിരിക്കാം. ഒരു നിമിഷം നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം. ദൈവം തന്റെ ജനത്തിന് ശിക്ഷ വിധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. 9-ാം അധ്യായത്തിന്റെ ആരംഭം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവം തന്റെ ശിക്ഷ തന്റെ ജനത്തിന്റെ മേൽ വരുത്തുന്നതിന് മുൻപ് വിശ്വസ്തരായിട്ടുള്ളവരെ മുദ്രയിടുന്ന കാര്യം ആ അധ്യായത്തിന്റെ ആരംഭങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുദ്രയിടുന്നിടം വരെയും ശിക്ഷ തുടങ്ങരുത് എന്നൊക്കെ ആ ശിക്ഷിക്കുവാനായിട്ട് പോകുന്നവരോട് പറയുന്നത് നാം കാണുന്നു. പിന്നെ അതൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളുക. എന്നിട്ട് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. 9:6 മറ്റേവനോട് ഞാൻ കേൾക്കും എങ്ങനെയാണ് വായിച്ചാട്ട് ആരെങ്കിലും അടുത്ത വാക്യം 6-ാം വാക്യത്തോട്ട് വായിക്കാൻ. അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. ശിക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധി തന്റെ ജനത്തിന്റെ മേൽ വരുത്തുവാനുള്ള ക്രമം പറയുക. എന്നിട്ട് 6-ാം വാക്യത്തിന്റെ അവസാനം പറയുമ്പോൾ എന്താ നാം കാണുന്നത്? അടുത്ത ഭാഗം, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ. നോക്കുക, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ. എന്നിട്ട് അവർ തുടങ്ങുന്നത് നാം കാണുന്നു. അടുത്ത് നാം കാണുന്നത് എന്താ? മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ, എന്റെ ആലയത്തിൽ, എന്റെ ഭവനത്തിൽ ന്യായവിധി തുടങ്ങുവിൻ. അവിടെ ഭവനത്തിൽ ന്യായവിധി തുടങ്ങിയപ്പോ ആരിൽ തുടങ്ങി? മൂപ്പന്മാരിൽ തുടങ്ങി, ഉത്തരവാദിത്തപ്പെട്ടവരിൽ തുടങ്ങി, ദൈവം ഭാരം ഏൽപ്പിച്ചവരിൽ, ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചവരിൽ തുടങ്ങി. അതേ ക്രമമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് പറയുക, ദൈവം തന്റെ ഗൃഹത്തിൽ തന്റെ ശിക്ഷാവിധി, തന്റെ ന്യായവിധി തുടങ്ങുവാൻ കാലമായി. എങ്ങനെ ആ യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദൈവം ആരംഭിച്ചുവോ ആ നിലയിൽ അവന്റെ ആലയത്തിൽ ന്യായവിധി ആരംഭിക്കുവാൻ സമയമായി. എങ്കിൽ എവിടെ തുടങ്ങും? അവൻ എവിടെ തുടങ്ങും? പറഞ്ഞാൽ തന്റെ ആലയത്തിൽ എവിടെ തുടങ്ങും? ആരിൽ തുടങ്ങും? മൂപ്പന്മാരിൽ തുടങ്ങും. അപ്പോ ന്യായവിധി വരുവാൻ ആ സമയമായി എന്ന് പറഞ്ഞതിന് ശേഷം പത്രോസ് മൂപ്പന്മാർക്ക് അവർക്ക് ദൈവം നൽകിയ ആ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ ഉപദേശിക്കുന്നു. അതിനുശേഷം മറ്റുള്ള വിശ്വാസികൾ, ഇളയവരെ എന്ന് വിളിച്ച് മറ്റുള്ള വിശ്വാസികൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെ താൻ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി വളരെ ചുരുക്കമായിട്ട് മൂപ്പന്മാർക്കുള്ള ഉത്തരവാദിത്തം എന്താ, അതിനുശേഷം വിശ്വാസികളോട് പറയുന്ന ഉത്തരവാദിത്തം എന്താ, ഇതെന്ന് നമുക്ക് നോക്കാം. ഈ മൂപ്പന്മാരോട് പറയുന്ന ഉത്തരവാദിത്വത്തിൽ വിശദീകരിക്കേണ്ട അനവധി കാര്യങ്ങൾ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഉത്തരവാദിത്വം മാത്രം നമുക്ക് നോക്കാം. എന്ത് ഉത്തരവാദിത്വമാണ് അവരെ ഓർപ്പിക്കുന്നത്? 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അതാണ് ഉത്തരവാദിത്വം. പത്രോസ് ഒത്തിരി ഉത്തരവാദിത്വം ഒന്നും ഓർപ്പിക്കുന്നില്ല. മറ്റു പല ഭാഗങ്ങളൊക്കെ നാം നോക്കിയാൽ വളരെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ കാര്യങ്ങളെ ഒക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രയോഗമാണിത്. മേയിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും സഭകളിലെ മൂപ്പന്മാരായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരായിരിക്കാം, നേതൃത്വത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അവർക്കെല്ലാം ഉള്ള നിർദ്ദേശമാണിത്: മേയിച്ചുകൊള്ളുവിൻ. ഷെപ്പേർഡ് ദ ഫ്ലോക്ക്. മൂപ്പന്മാർക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ ഇത്. ഷെപ്പേർഡ്, അവർ ഇടയന്മാരാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന് അവർ ഇടയന്മാരാണ്. ഇടയന്മാർ എന്നുള്ള ആ സദൃശം ഉപയോഗിക്കാമെങ്കിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾക്കുള്ള സദൃശമാണിത്. മേക്ക് ഷെപ്പേർഡ് ദ ഫ്ലോക്ക്. അപ്പോൾ എന്താണ് ഉത്തരവാദിത്തം? ഷെപ്പേർഡിങ്ങിൽ പെടുന്ന സകലതും അതിലുൾപ്പെടും. ആടുകളെ നോക്കുന്നത് നമ്മുടെ മനസ്സിൽ കാണുക,
ആടുകളെ നോക്കുന്നതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, അത് സകലവും ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആടുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇടയന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാ? നാം 23-ാം സങ്കീർത്തനവും അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായവും വായിച്ചാൽ അനവധി കാര്യങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാറ്റിലും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചു കൊള്ളുക. എന്നാൽ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അവിടെ തന്നെ നല്ല ഇടയനായി വിവരിച്ച് ആ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ നാം അവിടെ കാണുന്നു. അവിടെ പറയുമ്പോൾ ഒരു നല്ല ഇടയൻ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ചിലത് നമുക്ക് ഈ തരുണത്തിൽ ആ സഭയിലെ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. ഏതാണ്ട് 4-5 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ 10-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 10-ന്റെ 3-ാം വാക്യം വായിക്കുമ്പോ അവിടെ നല്ല ഇടയൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നാം അവിടെ കാണുന്നുണ്ട്. എന്താണത്? ആടുകളെ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആ തൊഴുത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു. എന്താണ് അത് നമ്മെ ഓർപ്പിക്കുന്നത്? പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോ, ആടുകളെ ആ തൊഴുത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? കുറച്ച് കാറ്റൊക്കെ ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണോ? ഇല്ല, പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന ചിത്രമാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. രാത്രി മുഴുവനും ആ തൊഴുത്തിലായിരിക്കും. രാവിലെ പുറത്തേക്ക് പുൽപ്പുറങ്ങളിലേക്ക്, ആ പച്ച തകിടികളിലേക്ക് കൊണ്ടുപോകേണ്ടതിനായിട്ട് അതിനെ തുറന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, സഭകളിലെ മൂപ്പന്മാർക്ക് ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ്. ദൈവജനത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തിന്, ആടുകൾക്ക് ആഹാരം, ആത്മീകാഹാരം കൊടുക്കുക എന്നുള്ളതാണ്. 1 തീമോഥെയോസ് 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് നാം കാണുന്നുണ്ട്. അതിലൊരു യോഗ്യതയായി നാം കാണുന്നത് അവർ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. അതിൻ്റെ അർത്ഥം പുൾപിറ്റ് പ്രീച്ചേഴ്സ് ആയിരിക്കണമെന്നല്ല. പിന്നെ ദൈവവചനം അറിയാവുന്നവരായിരിക്കണം. മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ അറിയാവുന്നവരായിരിക്കണമെന്നുമല്ല. പിന്നെ അവിടെയുള്ള ആരെങ്കിലും ഒരു വിശ്വാസി വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനമെടുത്ത് തുറന്ന് അതിനാവശ്യമായിട്ടുള്ള വചനം കാട്ടിക്കൊടുക്കുവാൻ കെൽപ്പുള്ളവരായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥർ, ഉപദേശം അറിയാവുന്നവരായിരിക്കണം. അല്ല, ഉപദേശം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കുന്നവരായിരിക്കണം. പഠിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു കാര്യം ഓർപ്പിക്കാറുണ്ട്. സാധാരണ എൽബോർഡ് മാറ്റാൻ ഈ ജീവിതത്തിൽ നമുക്ക് സാധ്യമല്ല, നമ്മുടെ പഠനം സംബന്ധിച്ചിടത്തോളം. എന്താ പറഞ്ഞത് എൽബോർഡ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കാറും അതുപോലെ ആ സ്കൂട്ടറും ഒക്കെ ഡ്രൈവ് ചെയ്ത് പഠിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ എൽബോർഡ് വെച്ചാണ് നാം പോകാറുള്ളത്. കുറേ നാളുകളൊക്കെ അത് വെച്ചുകൊണ്ട് പോകും. കുറേയൊക്കെ പരിചയമൊക്കെ ആകുമ്പോൾ എൽബോർഡൊക്കെ മാറ്റും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ലേണർ അല്ല, എല്ലെന്ന് പറയുമ്പോൾ ലേണർ. ആ ലേണേഴ്സ് ഡ്രൈവ്, ആ ലൈസൻസ്, ആ ബോർഡ് വെച്ചുകൊണ്ട് കുറേ നാൾ പോകും, എന്നും വെച്ചുകൊണ്ട് പോവുകയില്ല, അത് മാറ്റും. എന്നാൽ ദൈവവചനത്തിലെ ഉപദേശങ്ങളുടെ പഠനം സംബന്ധിച്ച് നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ജീവിതത്തിൽ ഈ എൽബോർഡ് മാറ്റാൻ സാധ്യമല്ല. പഠിക്കാൻ പിന്നെയും ഉണ്ടായിരിക്കും. ഇത് മതി, ഇതിനെ നോക്കാനൊക്കെ ഇത്രയും മതി എന്ന് വിചാരിക്കാൻ ഒരു മൂപ്പനും ഒരു ഇടയനും സാധ്യമല്ല. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, നാം ജീവിക്കുന്ന ഈ കാലം ഏറ്റവും വിഷമകരമായിട്ടുള്ള കാലമാണ്. മുൻപൊക്കെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ പ്രചരിച്ചാൽ നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരാൻ സമയമെടുക്കും. കാരണം പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുവാനുള്ള മുഖാന്തരങ്ങൾ അക്കാലത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. ആരെവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് കയ്യിലെത്തുമെന്ന് മാത്രമല്ല, അത് വായിച്ച് പലരും ആശയക്കുഴപ്പങ്ങളിൽ പെടാനായിട്ടിടവരും. ദൈവവചനത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. തൃത്വത്തെക്കുറിച്ചുള്ള സംശയം ജനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ
അത് വർദ്ധിച്ചു വരുന്ന കാലമാണ്. നാം വന്ന് ഓർക്കേണ്ടത്, നാം ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ ഈ കാര്യങ്ങളിൽ വളരെ ബന്ധമുള്ളതായിരിക്കില്ല, സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻവോൾവ് ആയിരിക്കില്ല. ചിലപ്പോൾ തുറന്നൊക്കെ ഒരു യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗം കേൾക്കുമായിരിക്കാം, അത്രേ ഉള്ളായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. ചില വഴികളിലൂടെ ഈ സോഷ്യൽ മീഡിയ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ വളരെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ അടുത്ത തലമുറ ഇതൊക്കെ കണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അത് നാം മനസ്സിലാക്കി അതിനുള്ള ഉത്തരം നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരിക്കേണ്ടതേറെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സഭയിൽ നേതൃത്വം നൽകുന്നവർക്ക് ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിൽക്കേണ്ട കാലമാണിത്. നാം സാധാരണ ഈ കാലങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടങ്ങളിൽ നിന്നും യുവജനങ്ങൾ മറ്റുള്ളിടത്തേക്കൊക്കെ ചേക്കേറുകയാണെന്ന്, അല്ലേ? നമുക്ക് പറയുന്നതും എഴുതുകയൊക്കെ ചെയ്യാറുള്ളതാ. ഇതിന് കാരണം ഇതാ, ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണത്. പുറത്തു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ പാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോവുക. അവിടെ ആവശ്യമായിട്ടുള്ള ആഹാരം അതിന് ലഭിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇടയന്മാർ തങ്ങളുടെ ആടുകളെ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ദീർഘമായി പഠിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്ത് അതൊന്നും വലുതായിട്ടില്ലെങ്കിലും അതൊക്കെ വളരെ ഉള്ള ന്യൂസിലൻഡ്, ഇസ്രയേൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നോക്കുന്ന ആടുകളെ ഇടയന്മാർ ചെയ്യുന്നതൊക്കെ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഇടയന്മാർ ചിലപ്പോ ഇങ്ങനെയുള്ള പച്ചപ്പുൽ തകിടികൾ അവർ തന്നെ അത് വളർത്തിയെടുക്കും. തന്നെയുമല്ല, അതിന് ആടുകളെ എവിടെ കൊണ്ടുപോകുന്നോ അതിനൊരാഴ്ച മുൻപ് ആ പുൽത്തകിടിയിലേക്ക് ചെന്ന് അവിടെ എന്തെങ്കിലും വിഷവിത്തുകൾ വീണിട്ടുണ്ടോ, വിഷച്ചെടികൾ വളരുന്നുണ്ടോ, ഇതൊക്കെ നോക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ചെടുക്കും. അല്ലെങ്കിൽ ഇത് വന്ന് അറിയാതെ അത് കടിക്കും. കടിച്ചാൽ പിന്നെ വിഷമമാണ്. അങ്ങനെയുള്ളതെല്ലാം പറക്കിക്കളയും. തന്നെയുമല്ല, ഒരാഴ്ച മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആടുകളെ കൊണ്ടുപോകാൻ പദ്ധതി ഇടുന്നതിന് തലേന്ന് തന്നെ അവിടെ ഒക്കെ ചെന്ന് ഈ ആടുകൾക്ക് പ്രയോജനമായിട്ടുള്ള വിറ്റമിൻസ് ലഭിക്കത്തക്കവണ്ണമുള്ള ചെടികളോ ഗുളികകളോ ഒക്കെ ചിതറുമെന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത് വലിയൊരു ജോലിയാണ്, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പുറത്തു കൊണ്ടുപോവുക, വചനം പഠിക്കാൻ, ഉപദേശങ്ങൾ പഠിക്കാൻ എത്രമാത്രമാണ് നാം സമയമെടുക്കാറുള്ളത്? ലഭിച്ച ഉത്തരവാദിത്വത്തിൽ വ്യത്യസ്തരായിരിക്കണോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതേറെ ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതൊരു ജീവിതത്തിൽ മുഴുവൻ തുടരേണ്ട ഒരു കാര്യമാണ്. അനുദിനം പഠിക്കേണ്ട കാര്യമാണ്. പുറത്തു കൊണ്ടുപോവുക. ആ അധ്യായം തന്നെ നാം വായിക്കുമ്പോൾ അടുത്തതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അതിന് മുൻപായി അവർ നടക്കുന്നു. 10-4 വാക്യത്തിലാണ് നാം കാണുന്നത്. അതിന് മുൻപായി നാം നടക്കുന്നു. ഇതെന്തിനെ ഓർപ്പിക്കുന്നതാ? മുൻപായി നടക്കുക, മാതൃക. ഇടയന്മാർ, സഭാ നേതൃത്വത്തിലുള്ളവർ, അതിലെ ഓരോ വിശ്വാസിക്കും മാതൃകയായിരിക്കണം. നാം ഒന്ന് ഓർക്കേണ്ടത്, നാം അറിഞ്ഞോ അറിയാതെയോ സഭയിലെ വിശ്വാസികൾ, നാം ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നുവോ അവർ നമ്മെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നാം ചിലപ്പോൾ അത് അറിയുന്നില്ലായിരിക്കാം. നാം എങ്ങനെ സംസാരിക്കുന്നു, നാം ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നാം മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, നാം അറിയുന്നില്ലായിരിക്കാം. എന്നാൽ അവരതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നാം അവരുടെ പത്രങ്ങളാണ്. അത് നാം ഓർക്കണം. അവർ നമ്മെ ആ നിലയിൽ പഠിക്കുമ്പോൾ നാം മാതൃകകളായി അവരുടെ മുൻപാകെ ഇരിക്കേണ്ടതേറെ ആവശ്യമാണ്. നാം നടക്കുന്ന വഴിയിലാണ് അവർ ഇനിയും പിന്നാലെ നടക്കുന്നത്. നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കുക. നമ്മുടെ പിന്നാലെ, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരും നമ്മെ പോലെ ആയാൽ സഭയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ആ വിശ്വാസികളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ ആവശ്യമുണ്ട്. മുൻപായി നടക്കുക. നാം വായിച്ച 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസും ആ കാര്യം പറയുന്നുണ്ട്. ഇനി മൂന്നാമത് നാം നോക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ അവിടെ നമുക്ക് കാണുന്നത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. സഭയിലെ ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ പോലും തയ്യാറായിരിക്കണം. ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, സഭയിലെ നേതൃത്വത്തിന്റെ ഗുണത്തിനല്ല സഭയുടെ ഗുണത്തിനാണ് നേതൃത്വം. ഞാൻ പറഞ്ഞത് കേട്ടോ?
സഭയുടെ ഗുണത്തിനാണ് നാം. സഭ നമ്മുടെ ഗുണത്തിനായിട്ടല്ല. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ്. 2-ാം അധ്യായത്തിൽ സഭ ആരംഭിക്കുന്നു. അവിടേക്ക് മൂപ്പന്മാരെ നാം കാണുന്നില്ല. 6-ാം അധ്യായം വരുമ്പോഴാണ് ഡീക്കൺസ്, ശുശ്രൂഷകന്മാരെ നാം ആദ്യമായി കാണുന്നത്. ആ വാക്കും അവിടെ കാണുന്നില്ല, എന്നാൽ അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. 11-ാം അധ്യായം വരെ വായിക്കണം ആരെ കാണണമെങ്കിൽ, മൂപ്പന്മാരെ കാണണമെങ്കിൽ. പിന്നെ മൂപ്പന്മാരെ അനവധിയായി നാം കാണുന്നു. സഭയാണ് ആരംഭം, മൂപ്പന്മാരല്ല ആരംഭം. സഭയുടെ ആവശ്യത്തിനാണ് മൂപ്പന്മാർ. മൂപ്പന്മാരുടെ ആവശ്യത്തിനല്ല സഭ. നമ്മെ തന്നെ ആ നിലയിൽ കാണേണ്ടത് ആവശ്യമാണ്. ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഇവരുടെ ഗുണത്തിനായിട്ടാണ്. ആ ഗുണമെന്ന് പറയുമ്പോൾ അതിന്റെ അളവെന്താണ്? എന്റെ ജീവനെ പോലും നൽകുവാൻ തയ്യാറായിരിക്കണം ഞാൻ. ഇതൊക്കെ പറയാൻ എളുപ്പമായില്ലേ? എങ്ങനെയൊക്കെയാ സഭകളിൽ ഈ കാലത്ത് നടക്കുന്നത്? നമ്മുടെ അഭിമാനത്തെ തൊടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്താ, ഞാൻ മൂപ്പന് വല്ലൊരു കുന്തവും അല്ലല്ലേ, പിന്നെ വിടക്കും പ്രശ്നവും എന്തെല്ലാം കാര്യങ്ങളാണ് നാം കാണുന്നത്. നമ്മുടെ അഭിമാനം, നമ്മുടെ സ്ഥാനം. ഇല്ല, സഭ നമ്മുടെ മാനത്തിനല്ല, നാം അവരുടെ മാനത്തിനായിരിക്കണം, അവരുടെ ഗുണത്തിനായിരിക്കണം. ഇത് അവന്റെ ആടാ, കർത്താവിന്റെ ആട്ടിൻകൂട്ടമാണ്. അത് നമ്മുടെ വിചാരണയിൽ തന്നിരിക്കുന്നത് മാത്രമാണ്. ഇനി മറ്റൊന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്നും ആ അധ്യായത്തിൽ നിന്നും ഓർക്കുവാനുള്ളത് ഇതാണ്. 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ ഇടയൻ ആടുകളെ അറിയുന്നു. ആടുകളെ അറിയുന്നു. അവനതിനെ പേർ ചൊല്ലി വിളിക്കുന്ന കാര്യം മുൻപ് 3-ാം വാക്യത്തിലാണെന്ന് 3-4 വാക്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആടുകളെ അറിയുന്നു. നമ്മുടെ വിചാരണയിലുള്ള വിശ്വാസികളെ, ഓരോ വിശ്വാസികളെയും അറിയുവാൻ ആവശ്യമുണ്ട്. അറിയണമെന്ന് പറയുമ്പോൾ അവരുടെ പേരും അവരുടെ അഡ്രസ്സും അറിയണമെന്നല്ല, അതും അറിയണം, സംശയമില്ല. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റുള്ള ദിവസങ്ങളിൽ അവരെവിടെയൊക്കെയാ, അവരുടെ വിഷമങ്ങൾ, അവർക്ക് പ്രത്യേകിച്ചുള്ള ആ കൃപാവരങ്ങൾ, അവരുടെ കഴിവുകൾ, ഇവയെല്ലാം നാം അറിയണം. എങ്കിൽ മാത്രമേ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും മുൻപോട്ട് നടത്തുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതൊക്കെ വല്ലതും നടക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് നടന്നതാ, മുംബൈയിലെ ഒരു സഭയിൽ നടന്നതാ. സഭ ഇച്ചിരി വലിയ സഭയാണ്. ഒരു സഹോദരന്റെ അനുഭവമാണ്, ഒരു യൗവനക്കാരന്റെ അനുഭവം. താൻ ഞായറാഴ്ച മിക്കവാറും ആ യോഗത്തിന് പുറകിലിരിക്കുന്ന ടൈപ്പാണ്. മനസ്സിലായില്ല? പുറകിലിരിക്കുന്ന ടൈപ്പ്. പുറകിലുള്ള സീറ്റുകൾക്കാണല്ലോ പിടി കൂടുതൽ. ചിലപ്പോൾ താമസിച്ച് വരാനായിട്ട് ഇടയാണ്. താമസിച്ചാൽ പിന്നെ ആ സീറ്റ് കിട്ടത്തില്ല. അപ്പൊ പിന്നെ മുന്നേ വന്നിരിക്കേണ്ടി വരും. മുന്നിലെന്ന് പറയുമ്പോൾ മൂപ്പന്മാരൊക്കെ ഇരിക്കുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ വർഷത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ മുന്നേ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെ മുന്നേ ഇരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവിടുത്തെ ഒരു മൂപ്പൻ സാധാരണ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു പേപ്പറും പേനയുമായിട്ട് അടുത്ത് ചെന്ന് ചോദിക്കും, ബ്രദറെ വെൽക്കം ചെയ്യാനാ, ബ്രദറിന്റെ പേരെന്താ, ഏത് സഭയിൽ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ സഭയിലെ വ്യക്തി തന്നെയാ, അന്ന് താമസിച്ചു വന്നതേ ഉള്ളൂ. ഇദ്ദേഹം എന്നും പുറകെ പോന്നിരിക്കുന്നത് ഈ മുന്നിലുള്ള ആളുകൾ കാണുന്നില്ല, അല്ലെങ്കിൽ മൂപ്പന്മാർ കാണുന്നില്ല. അബദ്ധവശാൽ മുന്നിലായിപ്പോയാൽ ഏതോ സഭയിൽ നിന്നും വന്ന ഒരു വിശ്വാസിയെ, വിസിറ്ററാ, തന്നെ വെൽക്കം ചെയ്യാൻ പേര് ചോദിച്ചുകൊണ്ട് തന്നെ തന്നെ എന്നോട് പറഞ്ഞത്, താൻ പറഞ്ഞത് ഒരിക്കലല്ല, ഒന്നിലധികം പ്രാവശ്യം അതുണ്ടായിട്ടുണ്ട്. അറിയണം, ആട്ടിൻകൂട്ടത്തെ അറിയണം, ആടുകളെ അറിയണം. ഞാനിത് പറയുമ്പോൾ സാധാരണ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആ അനുഭവമായിട്ട് പറയാറുള്ളത് ഒരു അനുഭവമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. എൻ്റെ സ്കൂൾ കാലത്തെ കാര്യം. ഞാൻ വളർന്നത് കുളനടയാണ്, പന്തളത്തിനടുത്ത് കുളനട. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ കുളനട ഒരു കർത്തൃദാസനുണ്ടായിരുന്നു. തൻ്റെ പേര്
CV ജോർജ് എന്നാണ്. നിങ്ങളിൽ പ്രായമുള്ളവർ അറിയാമായിരിക്കും. CV ജോർജ് വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്ന, കർത്താവ് വളരെ നമ്മുടെ മധ്യേയും അല്ലാതെയും ഒക്കെ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. തൻ്റെ ഭവനത്തിലാണ് ഞങ്ങൾ കൂടി വന്നിരുന്നത്. കുളനട ഹാളുകളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭവനത്തിൽ കൂടി വരുമ്പോൾ സാധാരണ ആ കാലത്ത് വളരെ പ്രസിദ്ധനായിരുന്ന, ഇന്ന് കർത്തൃസന്നിധിയിലായിരിക്കുന്ന ഒരു കർത്തൃദാസൻ ഞങ്ങളുടെ സഭയിൽ കർത്തൃ ദിവസങ്ങളിൽ താൻ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. CV ജോർജ് അപ്പച്ചൻ്റെ ശിഷ്യനായിരുന്നു താൻ. ആ ബന്ധത്തിലാണ് താൻ അവിടെ വിസിറ്റിങ്ങിന് വരുന്നത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിശ്വാസിയാണ്. വളരെ ഞാൻ വിശദീകരിച്ചാൽ ആളാരാണെന്ന് നിങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ കാലത്ത് തന്നെ കർത്തൃവേലയിലായിരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നിരിക്കുമ്പോൾ ഞാൻ വളരെ ബഹുമാനത്തോടെ തന്നെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ഒരു വളർന്നു വരുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ആയി തീരണമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും തന്നെ നോക്കുന്നത്, താൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. താൻ വളരെ യൗവനമായിരുന്നു അന്ന്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, തന്നെക്കുറിച്ച് ശ്രദ്ധിച്ചത് ഇതാണ്: യോഗത്തിന് വന്നിരിക്കുമ്പോൾ പാട്ട് പാടുകയില്ല. വായടച്ചിരിക്കും. പ്രസംഗിക്കുമ്പോൾ ധോരണിയോടുകൂടി താൻ പ്രസംഗിക്കും, എന്നാൽ പാട്ട് പാടുകയില്ല, അനങ്ങാതെ ഇരിക്കും. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും ഇനി അടുത്ത ആഴ്ച തൊട്ട് പാട്ട് പാടുകയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ പാട്ട് പാടാതെ യോഗത്തിലിരുന്നു. എന്താണ് കാര്യം? എനിക്ക് മാത്രമേ അറിയുള്ളൂ കാര്യം എന്താണെന്ന്. എന്താണ് കാര്യം? തന്നെ പോലെ ആകാനാ. അപ്പോൾ ഞാൻ മൗനമായിട്ടിരുന്നു. ഈ അപ്പച്ചൻ, CV ജോർജ് അപ്പച്ചൻ, ഉപദേശി അപ്പച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നത്. താനിത് ശ്രദ്ധിച്ചു. ഇത് ശ്രദ്ധിച്ചത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ താൻ ഈ മാറ്റം അറിഞ്ഞു. അതിന് മുമ്പ് ചെറിയ പിള്ളേരല്ലേ, ഉറച്ച് പാടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സ്നാനപ്പെടുന്നതിനൊക്കെ മുൻപായിരുന്നു തോന്നുന്നു, ഉറച്ച് പാടുമായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ച ഇതായി മൗനമായിട്ടിരിക്കുന്നു. അപ്പോൾ യോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം താൻ എൻ്റെ അടുക്കൽ വന്നു. താൻ ഇങ്ങനെ പറഞ്ഞു, പാട്ട് പാടാൻ ഞാൻ എന്താണെന്നൊന്നും എന്നോട് ചോദിച്ചില്ല. എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച യോഗത്തിന് വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ അടുത്ത് ചെന്നിരുന്ന പാടിയേ വെക്കൂ. മാത്രമല്ല, പാട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സഭായോഗത്തിന് ഉപയോഗിക്കുന്ന പാട്ടുപുസ്തകങ്ങളിലൊന്ന് എൻ്റെ അടുക്കൽ തന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് ക്ലിയറായിട്ട് കിട്ടി. ഞാൻ പാടാതിരുന്നത് അദ്ദേഹം കണ്ടു എന്നുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. താൻ ആ പാട്ടുപുസ്തകം എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഞാൻ പാട്ട് അനൗൺസ് ചെയ്തു, പാടി. പാട്ടുപുസ്തകം കയ്യിൽ തന്നപ്പോൾ ഞാൻ പാടിയേ വെക്കുള്ളൂ. ഞാൻ മുമ്പത്തെ പോലെ പാടുവാൻ വീണ്ടും ആരംഭിച്ചു. ആ പാട്ടുപുസ്തകം ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ 40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 40 കൂടുതലുണ്ടായിരിക്കാം. ആ പാട്ടുപുസ്തകം വളരെ പ്രധാനമായി ഞാൻ ഇപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. നോക്കുക, ആ വ്യത്യാസം എന്നിലുള്ളത് താൻ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ തുടർന്ന് പാടുകയുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യില്ലായിരുന്നു. എന്റെ പൾസിൽ വന്ന ആ മാറ്റം താൻ ശ്രദ്ധിച്ചു. ഉടനെ വന്ന് പാടിയോ വെക്കൂ, എന്താ ഇങ്ങനെ ഇരുന്നത്? ഇല്ല, വഴക്കുകളൊന്നും പറഞ്ഞില്ല. ചെറിയൊരു മരുന്ന്, ആ മരുന്നാണെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല. പിൽക്കാലത്താണ് ഇതാണല്ലോ കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ആളുകളെ അറിയണം. അവരെവിടെയാണ്, അവരുടെ അവസ്ഥ എന്താണ്. ഒരു ദിവസം വരുമ്പോൾ അവരുടെ മുഖം ദുഃഖത്തിലിരിക്കുന്നു, എന്തോ മാറ്റമുണ്ടെന്നുള്ളത് അറിയണം. അതറിയുവാനായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ എൻകറേജ് ചെയ്യുവാനും ഇടവരണം. അതിനായിട്ടാണ് അവർക്കൊരു നേതൃത്വമായി, മൂപ്പനായി, ഇടയനായി നമ്മെ നൽകിയിരിക്കുന്നത്. ഇത് വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. വ്യത്യസ്തരായിരിക്കുക. നമ്മുടെ സമയം പോകുന്നുവല്ലോ. 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മറ്റൊരു കാര്യവും കൂടി നാം കാണുന്നുണ്ട്. 16-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആളുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. ഒരിടയനും ഒരു കൂട്ടവുമാകും എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്ന ഇടയനെ ഒന്നിപ്പിക്കുന്ന ഇടയനായിട്ടാണ്. ആടുകളെ ഒന്നിപ്പിക്കുന്നവൻ, ചിഹ്നിപ്പിക്കുന്നവനല്ല, വിഭജിക്കുന്നവനല്ല, ഒന്നിപ്പിക്കുന്നവൻ. നമുക്ക് ആ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നാം സാധാരണ നമുക്ക് അനുകൂലമില്ലാത്തവരെ വിഭജിച്ച് മാറ്റി നിർത്തി നാം ഭരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇല്ല, ഒന്നിപ്പിക്കുന്നവരായിരിക്കണം നാം. ഡൽഹിയിലെ ജോർജ് ജോസൻ അങ്കിൾ
സാധാരണ പറയുന്ന ഒരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. താൻ പറയാറുള്ളത് ഒരു എൽഡറിനെ കുറിച്ചാണ്, മറ്റൊരു രാജ്യത്തുള്ള എൽഡറിനെ കുറിച്ചാണ്. താൻ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ തന്നെ പരിചയപ്പെട്ടു. എന്നിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്താണ് ആരാണെന്നൊക്കെ താൻ അന്വേഷിച്ചപ്പോൾ താൻ ഇങ്ങനെ തന്നെ പരിചയപ്പെടുത്തി. ആ സഭയിലെ ആ എൽഡറായിരുന്നു താൻ പറഞ്ഞത്, ഐ ആം ആൻ എൽഡർ ആൻഡ് പ്രൊഫഷണലി ഐ ആം എ വെൽഡർ. മനസ്സിലായോ? ഞാനൊരു മൂപ്പനാണ്, ജോലി സംബന്ധമായി ഞാനൊരു വെൽഡറാണ്. എന്നിട്ട് ഡോസനകൾ ഇങ്ങനെ പറയാറുണ്ട്, ഓൾ എൽഡേഴ്സ് ഷുഡ് ബി വെൽഡേഴ്സ്. എല്ലാ മൂപ്പന്മാരും ആരായിരിക്കണം? വെൽഡേഴ്സ് ആയിരിക്കണം, യോജിപ്പിക്കുന്നവരായിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം വായിക്കുമ്പോൾ യാക്കോബ് തന്റെ ശുശ്രൂഷയെ കുറിച്ച്, ഇടയവേലയെ കുറിച്ച് പറയുന്ന കാര്യം നാം കാണുന്നുണ്ട്. രാത്രിയിൽ ആ ഫ്രോസ്റ്റ്, ആ മഞ്ഞ് തന്റെ തലയിൽ വീണു. ആ പകലത്തെ വെയിലിൽ താൻ നിന്നു. മാത്രമല്ല ആ മൃഗങ്ങൾ കൊണ്ടുപോയ നിമിത്തം നഷ്ടമായ ആടുകളുടെ എണ്ണം ഒന്നും താൻ വന്ന് ലാബാനോട് പറഞ്ഞില്ല. താൻ തന്നെ സഹിച്ചു, നഷ്ടം സഹിച്ചു, വളരെ കഷ്ടം സഹിച്ചു. ആ കണക്കുകളൊക്കെ പറയുന്നത് നാം കാണുന്നുണ്ട്. അത് വാസ്തവത്തിൽ നമുക്കൊരു മാതൃകയാണ്. വേറെയും അനവധി ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. അതിലേക്കൊന്നും പോകുവാനായിട്ട് നമുക്ക് സാധ്യമല്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവജനത്തിന്റെ ഇടയിൽ നൽകിയിരിക്കുന്ന ശുശ്രൂഷയിൽ നമുക്ക് വ്യത്യസ്തതയുള്ളവരായി വരുന്ന ആളുകൾ നിൽക്കുവാൻ ഇടവരട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി പെട്ടെന്ന് എനിക്കിനിയും 6-7 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ഇളയവരോട് പറയുന്നതൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇളയവരോട് പറയുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇളയവരെന്നുള്ളത് വിശ്വാസികൾക്ക് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവർക്കുള്ള നിർദ്ദേശം എന്താണെന്ന് നാം 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. സബ്മിറ്റ്. എന്താ കീഴടങ്ങുവിൻ, സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാലുള്ള അർത്ഥം? വലിപ്പച്ചെറുപ്പമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഗലാത്യർ 3:28 വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിൽ സമരാണ്, ഒന്നാണ്. അപ്പോൾ വലിപ്പച്ചെറുപ്പമല്ല, ശുശ്രൂഷയിലുള്ള വ്യത്യാസമാണ്. ഇത് സാധാരണ നാം ഒരു മിലിറ്ററി ടേമായിട്ട് ആർമിയോടും സേനകളോടും ഒക്കെ ചേർന്നുള്ള വാക്കായിട്ട് നാം ഇതിനെ വിശദീകരിക്കാറുണ്ട്. ഒരു ആർമി മാർച്ച് ചെയ്യുന്നത് നാം മനസ്സിൽ കാണുക. ആ മാർച്ചിങ് എങ്ങനെയുമല്ല, അതിനൊരു ക്രമമുണ്ട്. ഓരോരുത്തരും നിൽക്കേണ്ട സ്ഥാനമുണ്ട്, അവർ പോകേണ്ട സ്പീഡുണ്ട്. അതിനനുസരിച്ച് അവർ മുൻപോട്ട് ഗമിക്കും. ആ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സഭയിലെ വിശ്വാസികൾക്ക് ഓരോ സ്ഥാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ചിലർ ശുശ്രൂഷകരായിരിക്കാം, ചിലർ സുവിശേഷകന്മാരായിരിക്കാം, ചിലർ ഉപദേഷ്ടകന്മാരായിരിക്കാം. ഇങ്ങനെ പല ശുശ്രൂഷകളുണ്ട്. ശുശ്രൂഷയില്ലാത്ത ഒരുത്തരും വിശ്വാസികളുടെ മധ്യേ ഇല്ല. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉള്ളതുപോലെയും ഓരോ അവയവങ്ങൾക്ക് വിവിധമായിട്ടുള്ള ശുശ്രൂഷകൾ ഉള്ളതുപോലെയും വേലകൾ ഉള്ളതുപോലെയും സഭയിലെ ഓരോ വിശ്വാസിക്കും ഓരോ സ്ഥാനങ്ങൾ അവൻ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ശുശ്രൂഷകളും അത് ചെയ്യുവാനുള്ള കൃപാവരങ്ങളും നൽകിയിട്ടുണ്ട്. എന്താണ് ശുശ്രൂഷ? ഇത് നാം മനസ്സിലാക്കി ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം മുൻപോട്ട് പോകുന്നതാണ് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് മൂപ്പന്മാരോടുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. അവർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരുടെ നിർദ്ദേശങ്ങൾക്ക് നാം മാന്യത കൊടുക്കുക. അവരുടെ ശുശ്രൂഷകൾക്ക് നാം മാന്യത കൊടുക്കുക. മറ്റുള്ള ഭാഗ്യങ്ങളിലേക്ക് വരുമ്പോൾ അനവധി കാര്യം നാം കാണുന്നുണ്ട്. അവരെ അനുസരിക്കുന്ന കാര്യം, അവരെ അറിയുന്ന കാര്യം, അവരെ സ്നേഹത്തോടെ വിചാരിക്കുന്ന കാര്യം, അവരെ ബഹുമാനിക്കുന്ന കാര്യം, അവരെ ഓർക്കുന്ന കാര്യം ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലേക്കെല്ലാം പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, നമുക്കുള്ള സ്ഥാനം നാം കരുതുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. ഒരു വാക്യം മാത്രം ഒന്ന് വിശദീകരിക്കുവാൻ ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നോക്കുക. എബ്രായർ 13:17 നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു വാക്യത്തിലുണ്ട്. കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്.
അവർ തങ്ങളുടെ ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തണം. ഇതിനൊടുവിൽ പറയുന്നത്, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. അല്ല ഞാൻ അവർക്ക് നന്നല്ലെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ സ്ഥലം, സഭയ്ക്ക്, വിശ്വാസികൾക്ക്. അവർക്ക് നന്നല്ല. ആ നന്നല്ല പ്രയോഗം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ആ നന്നല്ല പ്രയോഗം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. സാധാരണ അതിനെ ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. ധാന്യങ്ങളോടുള്ള ബന്ധത്തിൽ, ധാന്യങ്ങളുടെ ഉപയോഗത്തോടുള്ള ബന്ധത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ആ കാലത്ത് സാധാരണ ആളുകൾ ഭക്ഷിക്കുന്നത് യവമായിരുന്നു, ബാർലിയായിരുന്നു. എന്നാൽ കുറെ സമ്പത്തൊക്കെ ഉള്ളവർ, ആ ധനികരായിട്ടുള്ളവർ ഭക്ഷിച്ചിരുന്നത് വേറെ ഉന്നതമായിട്ടുള്ള ധാന്യങ്ങളൊക്കെ ആയിരുന്നു, ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ആ ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഭക്ഷിച്ചാൽ ആരോഗ്യമുണ്ടാകും, നമുക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ യവം കഴിച്ചാലും ജീവനോടൊക്കെ ശേഷിക്കും, സംശയമില്ല, വയറ് നിറയും. ആ ജീവനോടൊക്കെ ശേഷിക്കും, ചത്തുപോകുന്നില്ല, വയറ് നിറയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്നല്ല എന്നുള്ള പ്രയോഗം ആ യവം ഉപയോഗിച്ചുള്ള അവസ്ഥയെ കുറിക്കുന്ന പ്രയോഗമാണ്. വിധേയത്വമില്ല, ആത്മീയ ശുശ്രൂഷകൾ നന്നായി സഭയിൽ മുൻപോട്ട് പോകുന്നില്ല, സന്തോഷത്തോടെ അല്ല അവിടെ ശുശ്രൂഷകൾ നടക്കുന്നത്, ഞരങ്ങിക്കൊണ്ടാണ് നടക്കുവാൻ ഇടയായിരുന്നത്. മിക്ക സഭകളിലും അതാവസ്ഥ. മിക്ക സഭകളിലും അതാണ് അവസ്ഥ. ഞാൻ ഏതോ ഒരു സെഷനിൽ ഓർപ്പിച്ചതുപോലെ മിക്ക സഭകളിലും ഫിലമെന്റ് പോയ ബൾബ് പോലെയാ ആ അവസ്ഥ. ബൾബ് അവിടെ ഉണ്ട്, ഫിലമെന്റ് പോയാൽ എന്താ, വെട്ടമൊന്നുമില്ല, വെളിച്ചം നൽകിയില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് മിക്കവാറും സഭകളൊക്കെ. സർക്യൂട്ട് പോയിരിക്കുകയാണ്. സന്തോഷത്തോടെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നിട്ട് താൻ പറയുന്നത് ഇതാ, അതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല എന്ന് വെച്ചാൽ യവം ഭക്ഷണം ഭക്ഷിച്ച് മുൻപോട്ട് പോകുന്ന അവസ്ഥയിലായിരിക്കും. എന്ന് വെച്ചാൽ ശക്തിയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടക്കും, ചത്തുപോകുകയില്ല, അപ്പം നുറുക്കലും ഒക്കെ എല്ലാ ആഴ്ചയും നടക്കും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, വളർച്ചയൊന്നും, ആ പുരോഗമനമൊന്നും അവിടെ ഉണ്ടാകുകയില്ല. കേരളത്തിലെ മിക്ക സഭകൾ, പല സ്ഥലങ്ങളിലെ മിക്ക സഭകൾ അങ്ങനൊക്കെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നല്ലെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ, അത് ചുമ്മാ ഞാൻ കഥ ഉണ്ടാക്കുകയാണോ? പറഞ്ഞാട്ട് നിങ്ങൾക്ക് 1-2 വാക്കുകളെങ്കിലും പറയാൻ ആ സമയം തരിക. ശരിയാണോ? പാർഷ്യലി റൈറ്റ്, ഭാഗികമായി ശരിയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ശരിയല്ല. ഇച്ചിരൂടെ കൂട്ടി പറയണമായിരുന്നോ അതോ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവാതെ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ പലയിടങ്ങളിലായിട്ട് ആക്കിയിരിക്കുന്നത് സഭയായി കർത്താവിന് മഹത്വകരമായി ജീവിക്കേണ്ടതിനായിട്ടാണ്. നേതൃത്വത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്, മറ്റുള്ള വിശ്വാസികൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവ നാം മനസ്സിലാക്കി നമുക്കുള്ള സ്ഥാനം, അവൻ തന്നിരിക്കുന്ന സ്ഥാനത്തിന് വിധേയപ്പെട്ട് കർത്താവിന് മഹത്വകരമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണ്? 7-ാം വാക്യത്തിൽ നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. ഇതാരോട് പറയുന്നതാ? നമ്മൾ സാധാരണ ഈ വാക്യം രോഗത്തിലൂടെ കടന്നു പോകുന്നവർ, വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. ഉദ്ധരിക്കാം, പത്രോസ് അതല്ല പറയുന്നത്. 5-ാം വാക്യത്തിന്റെ തുടർച്ചയായിട്ട് ഇളയവരെ കീഴടങ്ങിയിരിപ്പൻ. പിന്നെ 6-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ കൈക്കീഴിൽ താണിരുപ്പിൻ. എന്തിനായി? തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്. അതിനുശേഷമാണ് 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി. ആർക്കായി? ഇളയവർക്കായി, വിശ്വാസികൾക്കായി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. എന്ത് കരുതൽ? രോഗത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചല്ല, സൗഖ്യത്തിനെ കുറിച്ചല്ല, പറയാമെന്നേ ഉള്ളൂ. അതല്ല ഇവിടെ നാം കാണുന്നത്. പിന്നെ ഉയരാനുള്ള ആ ആവൽ, ആ ആഗ്രഹം, മുൻപോട്ട് പോകാൻ, മറ്റു ഭാഷയിൽ പറഞ്ഞാൽ മൂപ്പനാകാനുള്ള ആഗ്രഹം. അതിനുള്ള മത്സരമല്ല എല്ലായിടത്തും. ആണെന്നോ അല്ലെന്നോ?
അതിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ അറിയാം എപ്പോ ഉയർത്തണമെന്ന്. നീ അവന്റെ ബലമുള്ള കരങ്ങൾ കീഴിൽ താണിരിക്കുക. മത്സരത്തിന് പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലൊക്കെ വരുമ്പോ അത് സംബന്ധിച്ച് വളരെ വിശദീകരിക്കുവാൻ നമുക്ക് കാര്യങ്ങളുണ്ട്. അവിടെ കണ്ട ശുശ്രൂഷകന്മാർ അവരെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പത്രോസും പാർട്ടിയും ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ മുൻപോട്ട് വരുവാൻ കാരണമായി തീർന്നു. പിന്നീട് വായിച്ചു ഒഴുക. അതുപോലെ നിങ്ങൾ താണിരിപ്പാൻ പഠിക്കുക. മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. മാത്രമല്ല, കർത്താവിന്റെ കരങ്ങൾ, ബലമുള്ള കരങ്ങൾ കീഴിൽ താണിരിപ്പിൻ. അവൻ തക്ക സമയത്ത് ഉയർത്തും. നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. അവൻ ഉയർത്തും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. സഭയ്ക്ക് വേണ്ടിയുള്ള കരുതൽ, നമുക്ക് വേണ്ടിയുള്ള കരുതൽ സഭാകാന്തിന് അധികമായിട്ടുണ്ട്. അവന്റെ കരങ്ങൾ കീഴിൽ താണിരിക്കാം. അങ്ങനെ വരുന്ന ആളുകൾ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ നാം ഓർത്ത കാര്യം നാം ഓർക്കണം. ഈ അധ്യായം ആരംഭിക്കുന്നത് ഏത് വാക്കോടുകൂടിയാണെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. ഏത് വാക്കോടുകൂടിയാ? അതുകൊണ്ട്. മലയാളത്തിൽ നമ്മൾ കാണുന്നില്ല, എന്നാൽ അത് അവിടെ ഉണ്ട്. അതുകൊണ്ട്. ഏതുകൊണ്ട്? ന്യായവതി എവിടെ ആരംഭിക്കാൻ സമയമായി? ദൈവത്തിന്റെ ഭവനത്തിൽ, അവന്റെ ആലയത്തിൽ ആരംഭിപ്പാൻ, ദൈവജനത്തിന്റെ മധ്യയെ ആരംഭിപ്പാൻ സമയമായി. അവൻ വടിയെടുത്തിരിക്കുന്നു. എവിടെ ആരംഭിക്കും? അവൻ ഭവനത്തിൽ ആരംഭിക്കും. ഭവനത്തിൽ ആരിൽ ആരംഭിക്കും? മൂപ്പന്മാരിൽ. അതുകൊണ്ട് പത്രോസ് പറയുന്നത് മൂപ്പന്മാരെ, പിന്നെ ഇളയവരെ. പ്രിയമുള്ളവരെ, കർത്താവിനെ വിശ്വസ്തമായി വരുന്ന ആളുകൾ സേവിക്കാം. ഇന്ന് ചുരുക്കമായി നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്ത ബോധ്യം നമുക്ക് ഉളവാക്കുന്നതിന് കാരണമായി തീരട്ടെ. വരുന്ന ആളുകൾ കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് ഏത് നിലയിൽ ശുശ്രൂഷിപ്പാൻ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ ആ നിലയിൽ നമുക്കാകാം. വ്യത്യസ്തതയുള്ളവരായിരിക്കാം. ഇതുവരെയും എങ്ങനെയായിരുന്നുവോ അതിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കട്ടെ. അവന്റെ മഹത്വത്തിനായി വിശ്വാസികളും നേതൃത്വവും സഭയായി കർത്താവിനായി ജീവിക്കുവാൻ ഇടവരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.